പണ്ട് ഈ രാജഭരണകാലത്ത് സന്ദേശങ്ങളൊക്കെ പക്ഷികളുടെ കാലിൽ ചേർത്ത് വെച്ച് കെട്ടി അയക്കും, എന്നിട്ട് അത് അവിടെ സന്ദേശം കൊണ്ടെത്തിക്കും യുദ്ധസമയത്ത്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത, പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് അല്ലെ പാകിസ്ഥാനിലെ ചില ഭീകരവാദികൾ ഒരു പ്രാവിൻ്റെ കാലിൽ ചില സന്ദേശങ്ങളൊക്കെ കെട്ടി ഇന്ത്യയിലേക്ക്, കാശ്മീർ അതിർത്തിയിലേക്ക് അയക്കുന്നു. അവിടെ നിന്ന് അത് പിടിക്കുമ്പോൾ പറയുന്നത് കശ്മീർ ഞങ്ങളുടെയാണ്, സമയം അടുത്തിരിക്കുന്നു, കശ്മീരിലെ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ വലിയ സ്ഫോടനം പ്ലാൻ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു നീക്കം ചില തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ഇപ്പോഴും നടത്തുന്നു എന്നല്ലേ? തീർച്ചയായിട്ടും ഈ പക്ഷികളെ സന്ദേശത്തിന് ഉപയോഗിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്നിപ്പോൾ സിനുജി പറഞ്ഞ പോലെ യുദ്ധകാലത്ത് രഹസ്യ സന്ദേശങ്ങൾ എത്തിക്കും. അപ്പോൾ അത് ഈ പക്ഷികൾക്കും നല്ല ശീലമായിരിക്കുമല്ലോ, പരിചയമുള്ള സ്ഥലങ്ങളിലാണ് ചെല്ലുക. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ അത് സന്ദേശം പലപ്പോഴും അതിൻ്റെ ചിറകിലോ കാലിലോ ഒക്കെ അറ്റാച്ച് ചെയ്ത് വിടുകയാണ് ചെയ്യുക. അത് യുദ്ധകാലത്ത് ഉപയോഗിക്കുന്നൊരു മാർഗം തന്നെയാണ്. അത് തന്ത്രപരമായ സന്ദേശങ്ങളാണ്. ഇത് പക്ഷെ ഭീകര സന്ദേശമാണ്. വേറൊരു തരത്തിൽ കൂടി ദൂത് പോകുന്നുണ്ടല്ലോ പക്ഷികൾ. നമ്മുടെ മയൂര സന്ദേശം വിഖ്യാതമായൊരു കാവ്യമാണ്. അപ്പോൾ പ്രണയ സന്ദേശങ്ങളാണ്. അത് അത്ര ആലോചിച്ച് നോക്കൂ, മനോഹരമായൊരു സങ്കല്പമാണത്. ഒരു പക്ഷിയിലൂടെ നമ്മൾ ദൂത് പറഞ്ഞയക്കുക, കാമുകൻ കാമുകിക്കോ അല്ലെങ്കിൽ കാമുകി കാമുകനോ ഉള്ള സന്ദേശങ്ങൾ കൈമാറുന്ന അത്യന്തം മനോഹരമായ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. നമുക്കിപ്പോൾ ഈ ഭാരതീയ സംസ്കാരത്തിൽ സന്ദേശകാവ്യങ്ങൾ എന്ന് പറയുന്നതിൽ തന്നെ മയൂര സന്ദേശത്തിനൊക്കെ വലിയ പദവിയുണ്ട്. മേഘ സന്ദേശം പോലെ ഒന്ന് പ്രകൃതിയിലെ മേഘങ്ങളിലൂടെ സന്ദേശം എത്തിക്കുക, അത് കാവ്യാത്മകമായൊരു ഭാവനയാണ്. മേഘങ്ങളിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുമല്ലോ. ഒരു രാജ്യത്തിൻ്റെ ആകാശത്ത് നിന്ന് അടുത്ത രാജ്യത്തിൻ്റെ ആകാശത്തേക്ക് യാതൊരു അതിർത്തിയും ഇല്ലാതെ സഞ്ചരിക്കുന്നവരാണല്ലോ. മേഘ സന്ദേശം, മയൂര സന്ദേശം. പക്ഷികളും അങ്ങനെ പറന്നു പോകാൻ അവർക്ക് തടസ്സമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഭീകര സന്ദേശം. ഒന്നാലോചിച്ച് നോക്കൂ, പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ നിന്ന് ഇന്ത്യൻ അതിർത്തിയിലേക്ക് പ്രാവിനെ പറത്തിവിടുക. സാധാരണ രീതിയിൽ ഡ്രോണുകളും മിസൈലുകളും ഒക്കെയാണ് വരിക. പക്ഷെ വരുമെന്ന മുന്നറിയിപ്പ് ഈ പാവം പ്രാവിൻ്റെ കാലിൽ കൊളുത്തി വിടുക. എന്നിട്ട് ജമ്മു കാണിച്ചു തരാം, സമയമായിരിക്കുന്നു. ആ സന്ദേശത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതാണ്. കാശ്മീരിലെ അതിർത്തിയിൽ BSF ഒരു പ്രാവ് BSFിൻ്റെ മുമ്പിൽ എന്നുവെച്ചാൽ ആ പരിസരത്ത് വന്നിരിക്കുന്നു. BSFിൻ്റെ നിരീക്ഷണത്തിൽ ആ പ്രാവിൻ്റെ കാലിൽ എന്തോ ഒരു കാർഡ് പോലെ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നു. സൂക്ഷ്മമായിട്ട് അവർ ടെലസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ അതിൽ ഒരു സന്ദേശം ഉള്ളതായിട്ട് കാണുന്നു. അവർ ആ പ്രാവിനെ പിടികൂടുമ്പോൾ അതിനകത്ത് ഈ റബ്ബർ ബാൻഡ് കൊണ്ട് ഘടിപ്പിച്ച കാലിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കാർഡാണ്. ആ കാർഡിൽ ഹിന്ദിയിലും ഉറുദുവിലും ഒരേ സമയം എഴുതിയിരിക്കുകയാണ്. ഒന്ന് കാശ്മീർ ഹമാരാ ഹേ എന്നാണ്, കാശ്മീർ ഞങ്ങളുടെയാണ്, ഓർത്ത് കളിച്ചോ എന്ന് പാകിസ്ഥാനി പറയാണ്. രണ്ട്, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ പോലെ ബാക്കി കാശ്മീർ ഞങ്ങൾ പിടിക്കും. രണ്ടാമത് എന്താണ്, വഖ്ത് ആ ഗയാ ഹേ, ഇനി ഞങ്ങൾ കാത്തിരിക്കില്ല, സമയമായിരിക്കുന്നു, കുറെ കാലമായി ഞങ്ങൾ കാത്തിരിക്കുന്നു, ഇനി കാത്തിരിക്കില്ല എന്ന്. വലിയ ഭീഷണിയല്ലേ അത്? കാശ്മീർ ഹമാരാ ഹേ എന്ന് പറയണമെങ്കിൽ അത് എന്തായാലും ഇന്ത്യക്കാർ ചെയ്തതല്ലോ, ഇന്ത്യക്കാർ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കാശ്മീരിന് വേണ്ടി കഴിഞ്ഞ കുറെ കാലമായി കുഴപ്പവും തീവ്രവാദവും നടത്തിക്കൊണ്ടിരിക്കുന്ന, ഭീകരപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ സന്ദേശമാണത്. കാശ്മീർ ഹമാരാ ഹേ. പിന്നെ വഖ്ത് ആ ഗയാ ഹേ, ഇത്രയും കാലം ഞങ്ങൾ കാത്തു, സമയമായിരിക്കുന്നു, ഇനി ഞങ്ങൾ കാക്കൂല, ഇനി ഇതാ അതിന് വേണ്ടത് ഞങ്ങൾ ചെയ്യും. IED സ്ഫോടനം ഉണ്ടാവുന്നതാണ് അതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. IED സ്ഫോടനം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ആണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും നൂതനമായ രീതിയിൽ രൂപപ്പെടുത്തിയ ബോംബുകൾക്കാണ്. അത് ഈ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ എന്താ പറയുക, കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കുന്നുണ്ട് അത്രേ. അത് കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കാൻ കൊട്ടേഷൻ കൊടുക്കുക, എന്നിട്ട് അത് വിലക്ക് വാങ്ങുക. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലില്ലേ ഈ ചെറിയ വ്യവസായങ്ങൾ ചെയ്യുക. പപ്പടം ഉണ്ടാക്കാൻ കരാറ് കൊടുക്കുക, എന്നിട്ട് അതിന് വില കൊടുക്കുക. ആ തരത്തിലാണ് അത്രേ പാകിസ്ഥാൻ്റെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഈ ബോംബ് നിർമ്മാണം. IED എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് അടുത്ത IED ഞങ്ങൾ പൊട്ടിക്കാൻ പോകുന്നത് കാശ്മീരിലെ ജമ്മുവിലെ റെയിൽവേ സ്റ്റേഷനിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വലിയ ജാഗ്രതയോടെ BSF അത് ജാഗ്രതയോടെ ഏറ്റെടുക്കുന്നു, ഇന്ത്യൻ പട്ടാളത്തിന് കൈമാറുന്നു. പട്ടാളം വന്നിട്ട് കാശ്മീർ പോലീസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ജമ്മുവിലെ റെയിൽവേ സ്റ്റേഷന് കാവൽ ഏർപ്പെടുത്തുന്നു. പക്ഷേ ഇത് എപ്പോഴാണെന്നും പറയാൻ പറ്റില്ല, സമയം പറഞ്ഞിട്ടില്ലല്ലോ. സമയമായിരിക്കുന്നു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഭീകരവാദിക്ക് ഇത് പൊട്ടിക്കാൻ എപ്പോഴാണ് സമയം? അങ്ങനെ ടൈം ബോംബൊന്നും അല്ലല്ലോ. പക്ഷെ അതുകൊണ്ട് ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ അസിം മുനീർ എന്ന് പറയുന്ന പട്ടാള ഭരണാധികാരിയെ തുടർച്ചയായിട്ട് 2 തവണ അമേരിക്കൻ പ്രസിഡന്റ് അവിടേക്ക് വിളിച്ചു വരുത്തുന്നു, ഭക്ഷണമൊക്കെ കൊടുത്ത് വലിയ വിരുന്നൊക്കെ കൊടുക്കുന്നു. എന്നിട്ട് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ കൊടുക്കാത്ത ഒരു സ്വീകാര്യത ഈ സൈനിക മേധാവിക്ക് കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ നീയാണ് യഥാർത്ഥ
സൈനിക തലവൻ എന്ന് പറയുന്നത്. എന്നിട്ട് തോറ്റുപോയിട്ടും അയാൾക്ക് ഈ പറയുന്ന ഫീൽഡ് മാർഷൽ പദവി കൊടുക്കുന്നു. അപ്പം ഈ അസീം മുനീറിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ജനങ്ങളെ കയ്യിലെടുക്കണമെങ്കിൽ ഇന്ത്യക്കെതിരെ എവിടെയെങ്കിലും ഒരു നേരിയ വിജയം നേടണം. അതൊരു പക്ഷേ ഭീകരാക്രമണം ആകാം, എന്തുവാകാം. അപ്പം അതുകൊണ്ട് കശ്മീർ ഭാഗത്തേക്ക് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അസീം മുനീറിൻ്റെ ഒരു നീക്കത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഭീകരവാദികളെ എങ്ങനെയെങ്കിലും നുഴഞ്ഞുകയറ്റത്തിലൂടെ കടത്തി വിട്ടിട്ട് അവിടെ ചെറിയൊരു സ്ഫോടനമെങ്കിലും ഉണ്ടാക്കിയാൽ പാകിസ്ഥാൻ ജനതയുടെ മുമ്പിൽ ഇയാൾക്ക് പറയാം, കണ്ടോ ഇന്ത്യയിൽ ഞങ്ങളിത് നടത്തി, ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തി. അങ്ങനെ പാകിസ്ഥാൻ ജനങ്ങളുടെ ഒരു വികാരം നേടിയെടുക്കാനും അങ്ങനെ പെട്ടെന്നൊരു പട്ടാള അട്ടിമറി നടത്താനും ഒക്കെയുള്ള ഒരു സാഹചര്യം അയാൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവില്ലേ? തീർച്ചയായിട്ടും അയാൾ പ്ലാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിന് വലിയ അർത്ഥങ്ങളുണ്ട്. പാകിസ്ഥാനിൽ കൊള്ളാവുന്ന അല്ലെങ്കിൽ കാലിബറുള്ള ആംബീഷ്യസ് ആയ മോഹങ്ങളുള്ള പട്ടാള ജനറൽമാർ ഒക്കെ തന്നെയും പട്ടാളം വരെ പട്ടാള ജനറൽ ഫീൽഡ് മാർഷൽ ആവാൻ വരെയുള്ള അല്ലെങ്കിൽ ചീഫ് മാർഷൽ ആവാൻ വരെ പണിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഭരണകൂടം കയ്യിൽ ഒതുക്കും എപ്പോഴും. ഞാൻ ആലോചിച്ചു, പാകിസ്ഥാനെ ഇസ്ലാമിക രാജ്യമാക്കിയത് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലി ജിന്ന തൊട്ട് സിയാവുൽ മീൻസ് ബൂട്ടോ വരെ എന്തായിരുന്നു, ബൂട്ടോ വരെയുള്ള ഗവൺമെന്റ് സെക്യുലറാണ്. സിയാവുൽ ഹക്ക് എന്ന പട്ടാള മേധാവി അധികാരമേൽക്കുമ്പോഴാണ് ഇസ്ലാമിക രാഷ്ട്രമാകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ജനറൽ പർവേസ് മുഷറഫ് വന്നത്. എന്ന് വെച്ചാൽ പട്ടാള മേധാവി എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തിന് കാവൽ നിൽക്കേണ്ട ഭരണകൂടത്തിൻ്റെ ജനാധിപത്യ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരല്ല പാകിസ്ഥാനിൽ. അവർ അവസരം കിട്ടിയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചിട്ട് അധികാരം പിടിച്ചെടുക്കുന്ന അട്ടിമറിക്കാരും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഗവൺമെൻറ് അമേരിക്കൻ ഗവൺമെൻറ് ഈ സമയത്ത് പാകിസ്ഥാനിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഉള്ളപ്പോൾ അവർക്കില്ലാത്ത പരിഗണന പട്ടാള മേധാവി അസീം മുനീറിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സൂക്ഷിക്കണം എന്നാണ്. അവിടെ ഒരു അട്ടിമറി സാധ്യത ആദ്യം നടക്കും. ഇന്ത്യയെ പിടിച്ചടക്കിട്ട് ഇന്ത്യയെ പേടിപ്പിക്കാൻ നടക്കുന്ന ഇവർ ആദ്യം ചെയ്യുക അവിടുത്തെ പാകിസ്ഥാനിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഒരിക്കൽ കൂടി സമയമായിരിക്കുന്നു. അയ്യൂബ് ഖാൻ മുതൽ ഈ പറയുന്ന പർവേസ് മുഷറഫിന്റെ കാലത്ത് അയ്യൂബ് ഖാൻ ഒരുപാട് പേര് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെ പോലെ തന്നെയാണല്ലോ അവിടെ അട്ടിമറിച്ച് വന്ന പട്ടാള മേധാവികളും. പട്ടാള മേധാവികൾ പിന്നെ ചെയ്യുന്ന പണി ജനപ്രീതി ആർജിക്കും, എന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ രംഗത്ത് വന്ന് മത്സരിക്കും. അപ്പോൾ പട്ടാള മേധാവി സാധാരണഗതിയിൽ റിട്ടയർ ചെയ്ത് സല്യൂട്ടും സ്വീകരിച്ച് പോകുന്നവരാണ്. പിന്നീട് ജീവിതകാലം മുഴുവൻ അവർക്ക് ജീവിക്കാനുള്ള വരുമാനവും കുടിക്കാനുള്ള കള്ളും വരെ നമ്മുടെ രാജ്യങ്ങൾ കൊടുക്കും. അതാണ് പട്ടാളത്തിനുള്ള ഒരു പദവി. അതേസമയത്ത് അത് കഴിഞ്ഞിട്ട് ഇവർ പട്ടാള മേധാവിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭരണകൂടം പിടിച്ചടക്കുക. ഇന്ത്യയിൽ സ്വപ്നം കാണാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. പട്ടാള മേധാവി ഇപ്പോൾ പണ്ട് 3 സൈന്യത്തിനും 3 മേധാവിയായിരുന്നു. ഇപ്പോൾ 3നും കൂടി ചേർന്നൊരു കോമൺ മേധാവി വന്നു. അദ്ദേഹത്തിന് പോലും ഇന്ത്യൻ ഭരണകൂടത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയുടെ ഒരു കരുത്തതാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ കരുത്തതാണ്. ഇന്ത്യൻ പ്രസിഡന്റിന് പോലും ആര് വന്നാലും തിരഞ്ഞെടുക്കപ്പെട്ടയാൾ അയാളുടെ കാലാവധി കാലത്ത് ജനങ്ങളെ സേവിച്ച് പോകാം. അപ്പോഴും ഭരണകൂടം അതിൻ്റെ തലയുയർത്തി നിൽക്കുമല്ലോ. അതാണ് ഇന്ത്യയുടെ സുരക്ഷ. പാകിസ്ഥാന്റെ ചിത്രം അതല്ല. അതുകൊണ്ട് 2 കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന്, പാകിസ്ഥാനിലെ ഒരു പട്ടാള അട്ടിമറി സാധ്യതയുണ്ട്. 2 കാരണം കൊണ്ട്. അമേരിക്കയുടെ താല്പര്യം വളരെ പ്രകടമാണ്. അമേരിക്ക ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് പോലും പാകിസ്ഥാൻ ഭരണകൂടത്തെ കയ്യിലെടുക്കാനും കൂടെ നിർത്താനും ശ്രമിച്ചതാണ്. പക്ഷേ ആ സമയത്ത് പാകിസ്ഥാൻ ഗവൺമെൻറ് കാണിച്ചൊരു പണി, ആയുധങ്ങൾ വാങ്ങിയത് പാകിസ്ഥാനോടല്ല, അമേരിക്കയോടല്ല, ഇക്കുറി ചൈനയോടാണ്. ചൈനീസ് ആയുധങ്ങളാണ് നമുക്ക് നേരെ പ്രയോഗിച്ചത്. തുർക്കിയും കൊടുത്തു. അപ്പോൾ എന്ന് വെച്ചാൽ അമേരിക്കയെ പൂർണ്ണമായി ഇവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ ഗവൺമെൻറ്. അതുകൊണ്ട് നിലവിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൽ അമേരിക്കയ്ക്ക് വിശ്വാസമില്ല. അവിടെ ഇനി സാധ്യതയുള്ളത് പട്ടാള ഭരണമാണ്. അതിനുവേണ്ടി ഈ അസീം മുനീറിനെ കൂടെ പലപ്പോഴും അങ്ങനെയാണ് കേട്ടോ. പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ചരിത്രത്തിൽ പട്ടാള അട്ടിമറികൾ എന്നൊക്കെ നടന്നിട്ടുണ്ടോ അതൊക്കെ അമേരിക്കൻ പിന്തുണയോടുകൂടിയാണ്. അപ്പോൾ ഇവിടെ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങൾ എന്താ പറയുന്നത്, തൃപ്തരല്ല, അരാജകത്വമുണ്ട്. ഒപ്പം തന്നെ ഈ ബലൂജ് മേഖലയിലൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പട്ടാളത്തിന് അതിലേക്ക് കൈ കടത്തണം. മതവും പട്ടാളവും വിചാരിച്ചാൽ എല്ലാം നടക്കുന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ വരുന്നത് കൊണ്ട് അമേരിക്കൻ പിന്തുണയോടെ കശ്മീർ മേഖലയിൽ ഒരു ആക്രമണം നടത്തുക, അല്ലേ? അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടെ കാണണ്ടേ? റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ നമ്മൾ ബോംബ് സ്ക്വാഡും പട്ടാളത്തിൽ BSFന്റെ ഒക്കെ വിങ് എത്തുകയാണ്. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനേക്കാൾ വിശ്വാസ്യതയുള്ളത് പട്ടാളത്തിനാണ് എന്ന് വരുത്തണമെങ്കിൽ 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ആഭ്യന്തരമായി അവിടെ ബലൂജി പ്രശ്നങ്ങളുണ്ട്, സിന്ധിൽ പ്രശ്നമുണ്ട്, പഷ്തൂണിസ്ഥാനിൽ പ്രശ്നങ്ങളുണ്ട്.
ഈവൻ പഞ്ചാബികൾക്ക് കാശ്മീരികൾക്ക് പോലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആഭ്യന്തരമായ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുന്നതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വരുത്തണം. നമ്പർ 2, ഇന്ത്യയുമായുള്ള സംഘർഷങ്ങളിൽ തൊപ്പിയിട്ടിരിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് എന്നും വരുത്തണം. അപ്പോഴും ഒരു പടിയെങ്കിലും ഇന്ത്യയെ പേടിപ്പിക്കാനും ഇന്ത്യക്ക് തലവേദന ഉണ്ടാക്കാനും കഴിയുന്നത് പട്ടാളത്തിന് മാത്രമാണ് എന്ന് വരുത്തണം. ഒമ്പിച്ച അജണ്ടയാണ് ഇപ്പോൾ അമേരിക്ക വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനുജി കൃത്യമായി പറഞ്ഞതുപോലെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പാകിസ്ഥാന് ആരുടെ മുഖം മിനുക്കാനും അവർക്ക് ആവശ്യമുള്ളത് നമ്മുടെ നെഞ്ചത്തേക്ക് എന്തെങ്കിലും 4 വെടി പൊട്ടിക്കലാണ്. ഏത് സമയത്തും കരുതിയിരിക്കണം. ഇപ്പോൾ കാശ്മീരിലെ ഈ ജാഗ്രത വളരെ അനിവാര്യമായ ഒന്നാണ്, വളരെ ശരിയുമാണ്. പ്രാവെങ്കിൽ പ്രാവ് വന്ന് പറഞ്ഞത് നമുക്ക് ഒരു മുന്നറിയിപ്പായി എന്ന് മാത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.